ഇന്ന് unacademyയുടെ 5 ഓറിയന്റേഷൻ ലെസൺസ് എങ്ങനെ ചെയ്യാമെന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ അതിന്റെ ഡെമോ ക്ലാസ് അല്ലെങ്കിൽ അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം എന്നതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 ഓറിയന്റേഷൻ ലെസൺസ് എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യണമെന്നാണ്. നമ്മുടെ ഡെമോ ക്ലാസ് അപ്രൂവ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 5 ഓറിയന്റേഷൻ ലെസൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓറിയന്റേഷൻ ലെസൺസ് ചെയ്യുന്ന പ്രൊസീജിയർ അത് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ ഓറിയന്റേഷൻ ലെസൺസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡെമോ ക്ലാസ് 3 മിനിറ്റുള്ള ഡെമോ ക്ലാസ് എങ്ങനെ ചെയ്യണമെന്ന് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം അതിൽ ഞാൻ പറഞ്ഞ ഒരു ഡെമോ ക്ലാസ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓറിയന്റേഷൻ ലെസൺസും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓറിയന്റേഷൻ ലെസൺസിന് ബാധകമാണ്. കോമൺ ആയിട്ട് ഓറിയന്റേഷൻ ലെസൺസിലും ഡെമോ ലെസണിലും വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലേണിംഗ് മെറ്റീരിയൽ, അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ക്ലാരിറ്റി, നമ്മുടെ ലാംഗ്വേജ്, ആവശ്യത്തിനുള്ള പോസസ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എവിടെയൊക്കെ പോസ് ചെയ്യണം, മീൻസ് സ്റ്റുഡൻസിന് അതേപ്പറ്റി ചിന്തിക്കാനുള്ള പോസസ് ഒക്കെ എവിടെ കൊടുക്കണം എന്നതൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഓറിയന്റേഷൻ ലെസണിലും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെമോ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു അതിനകത്തുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആപ്പിനകത്തുള്ള ടൂൾസിനെ പറ്റി. അത് വിശദമായി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ടൂൾസും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓറിയന്റേഷൻ ലെസൺസിലും ചെയ്യേണ്ടതാണ്. അപ്പം 5 ഓറിയന്റേഷൻ ലെസൺ ആണ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിലും നമ്മളൊരു 6 ഓറിയന്റേഷൻ ലെസൺ ചെയ്യണം. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് എ കോഴ്സ്, ഒരു ഫ്രീ കോഴ്സാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം കോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം എന്തിനാണ് ഈ കോഴ്സ് ചെയ്യുന്നത്, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നത്, ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതൊക്കെ ഉൾപ്പെടുത്തി ആദ്യം ഒരു വീഡിയോ ചെയ്യണം. അത് നമ്മളൊരു കോഴ്സായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കോഴ്സ് ഓവർവ്യൂ എന്ന് പറയും. അപ്പൊ ആദ്യത്തെ നിങ്ങളുടെ 5 ഓറിയന്റേഷൻ ലെസൺസ് +1 ഒരു കോഴ്സ് ഓവർവ്യൂ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കോഴ്സ് ഓവർവ്യൂ നമ്മൾ ആദ്യമാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ കോഴ്സ് ഓവർവ്യൂവിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചോദിച്ചാൽ, ഏത് ടോപ്പിക്കാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഇനിയിപ്പം ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമിനോ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനോ ഉള്ള ഒരു കോഴ്സ് ആണെങ്കിൽ ഈ ടോപ്പിക്ക് അതിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റിയാൽ സ്റ്റുഡൻസിന് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. ഈ ടോപ്പിക്ക് പഠിക്കണം എന്നവർക്ക് തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ ആ കണ്ടന്റ് ഓവർവ്യൂ കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതിൽ ഈ കോഴ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ എന്താണ് ഈ കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് കണ്ടന്റ് നമ്മൾ പഠിപ്പിക്കാൻ പോകണോ, എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്, വാട്ട് യു ആർ ഗോയിങ് ടു ടീച്ച് ഇൻ ദ ക്ലാസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്യണം. അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ്, നമ്മളാണല്ലോ പഠിപ്പിക്കുന്നത്, അപ്പം നമ്മളെ പറ്റിയുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ അതിനകത്ത് കാണണം. അപ്പം എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ് പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും ആ ടീച്ചറിന്റെ ക്ലാസ്സിലിരിക്കാനായിട്ട്, അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ടീച്ചിങ് ഒരു സബ്ജക്റ്റിൽ നമുക്ക് എന്തെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ കണ്ടന്റ് ഓവർവ്യൂവിൽ അതും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. അത്യാവശ്യം നമ്മുടെ ഫോട്ടോസും ഒക്കെ വെച്ച് നമ്മുടെ ഒരു പ്രൊഫൈൽ പോലെ ചെറിയ ഒരു സ്ലൈഡിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് കുറച്ചും കൂടെ ഒരു ഇമ്പാക്ട് അതിന്റെ കൂടുതലായിരിക്കും. അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോഴ്സ് ഓവർവ്യൂ ചെയ്യുന്നതും അതിൽ എഡ്യൂക്കേറ്ററുടെ പ്രൊഫൈൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയാണ് നമ്മൾ ഈ 5 ഓറിയന്റേഷൻ ലെസണിൽ ഒരെണ്ണം എക്സ്ട്രാ നമ്മളിപ്പോൾ ചെയ്തല്ലോ, കോഴ്സ് ഓവർവ്യൂ. 5ാമത്തേതിലെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ ബേസിക് ലെവലിൽ നിന്ന് വേണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലേ. അപ്പം നമ്മൾ ആദ്യമേ ചെന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അത് സ്റ്റുഡൻസിന് ആദ്യമേ ദഹിക്കത്തില്ല. അപ്പം എന്ത് ചെയ്യണം, ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് ഏറ്റവും ലോ ലെവലിലുള്ള ഒരു സ്റ്റുഡന്റിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ടോപ്പിക് ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടന്റ് ആയിരിക്കണം നമ്മൾ ആദ്യത്തെ ഈ 5 ഓറിയന്റേഷൻ ലെസൺസിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് ഒരു കുറച്ചും കൂടെ ഒരു സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ടോപ്പിക് എടുക്കുക, സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കുക. പിന്നെ നമുക്കറിയാം ഇത് ചെയ്യേണ്ടത് 12 to 15 മിനിറ്റ് ആണ്. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് 8 to 15 മിനിറ്റ്സ് ആണെന്ന്. അവർ പറയുന്നത് 12 to 15 മിനിറ്റ്സ് ആണ്. ഈവൻ അത് 8 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 8 മിനിറ്റിന് താഴെയാണെങ്കിൽ
അൺഅക്കാദമി ടീം നമ്മളോട് അതൊന്നും കൂടെ ആ കോഴ്സ് ഒന്നും കൂടെ ചെയ്യാൻ പറയും. അപ്പം 12 to 15 മിനിറ്റ്സ് ഉള്ളിൽ നിൽക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതിൽ കുറഞ്ഞു പോയാൽ 8 മിനിറ്റ് താഴാതെ ശ്രദ്ധിക്കുക. അപ്പം 12 to 15 മിനിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും കറക്റ്റ് 15 മിനിറ്റ്സിൽ കൊണ്ട് നിർത്തരുത്. ഒരു 14 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു 14 മിനിറ്റ് 30 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതെന്താണ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ അതിനകത്ത് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാം, അല്ല ഹൈലൈറ്റർ മാർക്കറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൂൾസ് ഒന്നും അപ്ലോഡ് ആയി കിട്ടത്തില്ല കറക്റ്റ് 15 മിനിറ്റിൽ കൊണ്ട് നിർത്തിയാൽ. പിന്നെ നമ്മൾ ഡെമോ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ് വോയിസ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രൊനൗൺസിയേഷനും അഡീഷണൽ എന്താണ് നോയ്സസ് ഒന്നും കയറി വരാതെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഒരു ടൈമിൽ വേണം ഈ ക്ലാസ്സസ് എടുത്തു കൊടുക്കാൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ ഒരു ഇതിൽ ഞാൻ ഒരുപാട് കോഴ്സസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ചെയ്യുന്ന കോഴ്സസ് അണ്ടർ റിവ്യൂവിലേ കിടക്കത്തുള്ളൂ, ഒരിക്കലും പബ്ലിഷ് ആകത്തില്ല. കാരണം നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഏപ്രിൽ മുതൽ അൺഅക്കാദമിയുടെ പോളിസീസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. എഡ്യൂക്കേറ്റേഴ്സ് ഓൺലൈനായിട്ട് ലൈവായിട്ടാണ് ക്ലാസ്സസ് എടുക്കുക. അപ്പം നമ്മളിപ്പോൾ കൊടുക്കുന്ന ക്ലാസ്സസ് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്, അതുകൊണ്ട് അത് പബ്ലിഷ് ആകത്തില്ല. അപ്പൊ അത് അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞ് മാത്രമേ കിടക്കുള്ളൂ. അപ്പൊ അണ്ടർ റിവ്യൂ കിടക്കുന്നതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി നമ്മൾ ഗൂഗിൾ പ്ലേ ചെന്ന് എഡ്യൂക്കേറ്റ് എന്ന് പറയുന്ന ആപ്പ് സെർച്ച് ചെയ്യുക. ഇത് എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ആപ്പാണ്. എഡ്യൂക്കേറ്റ് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഒരു പേജ് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഒക്കെയാണ് ക്രിയേറ്റ് ഇമ്പാക്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്. കാരണം ഇതിപ്പം ഓൾറെഡി എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി എഡ്യൂക്കേറ്റർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ OTP കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എഡ്യൂക്കേറ്റർ ആപ്പിൽ നമ്മുടെ പ്രൊഫൈൽ ഇങ്ങനെയാണ് കാണുക. അപ്പം അതിനകത്ത് കോഴ്സസ് നോക്കണം. ലൈവ് ക്ലാസ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്, ഫ്രീ കോഴ്സസ് എന്ന് പറഞ്ഞ് 3 കാറ്റഗറി കാണാം. ലൈവ് ക്ലാസ്സസ് ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, ലൈവ് ക്ലാസ്സസ് ഇല്ല. ഇനി സ്പെഷ്യൽ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് എടുക്കാം. ഫ്രീ കോഴ്സസും ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ ശരിക്കും ഈ 15 മിനിറ്റിലുള്ള താഴെയുള്ള ഓറിയന്റേഷൻ ലെസൺസ് ചെയ്യണമല്ലോ. അത് നമ്മൾ ചെയ്യുന്നത് ഈ ഫ്രീ കോഴ്സ് എന്ന് പറയുന്ന ഇതിന് താഴെ. ഫ്രീ കോഴ്സസ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ താഴേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് കാണാം ഒരു ആഡ് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനുള്ള ഏത് ടോപ്പിക്കാണെന്ന് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഞാൻ വെറുതെ സ്റ്റേറ്റ് PSC സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് അതിൽ കേരള PSC എടുക്കാം. ഓക്കെ, ഇനി അതിനകത്ത് എന്താണ് സിലബസ് പ്രിപ്പറേഷൻ, ഇതിൻ്റെ ടോപ്പിക് എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കാണാൻ പറ്റും. കേരള ഹിസ്റ്ററി, എക്കണോമി, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ചുമ്മാ വെറുതെ ഒരു ടോപ്പിക്ക് ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്യുകയാണ്. പ്രിപ്പറേഷൻ എന്നുള്ള എടുത്തു. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കണം. ഞാൻ ഹൗ ടു പ്രിപ്പയർ ഫോർ കേരള PSC എന്ന് ഞാൻ അതിന് ചുമ്മാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് മലയാളം ലാംഗ്വേജ് ഉണ്ട്. മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ കാറ്റഗറി കാണിക്കുന്നുണ്ട്, കേരള PSC എല്ലാം. താഴെ ഒരു ക്രിയേറ്റ് കോഴ്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആവും. ഇതിന് മുകളിൽ ഇപ്പം ഇതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ കോഴ്സസ് ഇനി ചെയ്തു തുടങ്ങുക. അപ്പം ഇതിനകത്ത് എഡിറ്റ് തംബ്നെയിൽ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തംബ്നെയിൽ നമുക്ക് കൊടുക്കാം. തംബ്നെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈഡ് ലൈൻസ്, കസ്റ്റം എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൈഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ഒരു മോഡൽസ് നമുക്ക് കാണിച്ചു തരും. പിന്നെ താഴേക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള 2-3 പോയിന്റ്സും ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ്, എഡിറ്റ്, മോർ എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിൽ ആഡ് കൊടുക്കും വാട്ട് വുഡ് യു ലൈക്ക് ടു ടീച്ച്. ഇവിടെയാണ് നമ്മൾ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന്. നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പം നമ്മൾ നന്നായിട്ട് കൊടുക്കണം. ഞാൻ ഇൻട്രോ എന്ന് കൊടുത്തു. ഇനി അലോ എഡ്യൂക്കേറ്റ് ടു ആക്സസ് ഫോട്ടോസ്, മീഡിയാസ്, അത് അലോ കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ സൈഡിലുള്ള ആഡ് ബട്ടൺ ഒരു പ്ലസ് സൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള PDF ഫോട്ടോസ്, നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സസ് എടുക്കാം. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോഴ്സസിൻ്റെ തെറ്റിപ്പോയെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ഡിസ്ക്രിപ്ഷൻസോ ലാംഗ്വേജോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം ഇനിയിപ്പം നമുക്ക് ഈ കോഴ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ എഡിറ്റ് ലെസൺസിനകത്ത് ഈ കോഴ്സ് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കണ്ട ലെസൺസിനകത്ത് ഓരോ ലെസൺസും നമുക്ക് എഡിറ്റ് ചെയ്യാം. ലെസൺസിൻ്റെ ഇൻട്രോയും ഒക്കെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോഴ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വെറുതെ ഇരിക്കരുത്. കോഴ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം
നമ്മൾക്ക് ഒരു എഡ്യൂക്കേഷൻ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട്, ഒരു ERM മെസ്സേജ് അയക്കുക, ഗൂഗിൾ ഫോം റിക്വസ്റ്റ് ചെയ്യുക. ഓൾറെഡി നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ചിലപ്പം അവർ അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്, 5 ഓറിയന്റേഷൻ ലെസൺ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മെസ്സേജ് അയക്കണം. മെസ്സേജ് അയക്കാത്തിടത്തോളം അവർ ഇങ്ങോട്ട് വന്ന് നോക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പം നമ്മളെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യണമെന്നില്ല. അപ്പം ഓറിയന്റേഷൻ ലെസൺസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത ശേഷം അവരോട് നമ്മൾ പറയണം, നമ്മളിത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോഴ്സ് വന്ന് റിവ്യൂ ചെയ്യണം എന്ന് പറയണം. ഇനി ഗൂഗിൾ ഫോം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാം, പ്ലീസ് സെൻഡ് മീ ദ ഗൂഗിൾ ഫോം എന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർ ഗൂഗിൾ ഫോം അയച്ചു തരും. അതിനുശേഷം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ പറയണം, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്, 5 ലെസൺസും നമ്മൾ എടുത്തിട്ടുണ്ട്, പ്ലീസ് റിവ്യൂ എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കാം. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓറിയന്റേഷൻ ലെസൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ. ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ടൈം പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നല്ല സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്